അന്വേഷിക്ക് പിടിക്ക് അമിത്ഷാ പിടിക്ക് നാണം വേണം, രാഷ്ട്രീയ മര്യാദ വേണം. അരവിന്ദ് കേജ്രിവാളിനെതിരെ പരാതി കൊടുക്കാനും പരാതിയുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ സമരം ചെയ്യാനും ഒരേ പാർട്ടിക്കാർ പോകരുത്. VP ശ്രീപത്മനാഭൻ അങ്ങ് പറഞ്ഞിടത്തേക്കാണ് ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞത്. പക്ഷേ അത് BJPക്കും CPM-നും എതിരായ ഒരുമിച്ചുള്ള ആരോപണത്തിലാണ്. രാഷ്ട്രീയ ശത്രുവിടെ UDF ആണ് എന്നുള്ളത് കൊണ്ട് മോദിയുടെ വിജിലൻസ് മോദിയുടെ CBI അന്വേഷിക്കട്ടെ എന്ന നിലപാട് പിണറായി വിജയൻ കൈക്കൊണ്ടു എന്നുള്ളത്. അല്ല, ഇതിലെന്താ തമാശ? ഈ അരവിന്ദ് കേജ്രിവാളിനെതിരെ ആദ്യമായിട്ട് പരാതി കൊടുത്തത് ആരാ? കോൺഗ്രസ് ആണ്. കോൺഗ്രസിൻ്റെ ഡൽഹി പ്രദേശ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അനിൽ ചൗധരി. ആ പരാതി വേണമെങ്കിൽ ഞാൻ വായിക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് ഡൽഹി മദ്യ കരാറിൽ 100 കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അതിൽ അന്വേഷിച്ച് വേണ്ട നടപടി എടുക്കണം പറഞ്ഞിട്ട് അന്നത്തെ ഡൽഹിയിലെ കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൊടുത്ത പരാതിയാണ്. അതാണ് പിന്നെ കേസായി. അത് കൊടുത്തത് ഡൽഹി പോലീസിനാണ്. ഡൽഹി പോലീസ് ആരുടെ കീഴിലാണ്? അമിത്ഷാൻ്റെ കീഴിലാണ്. അതാണ് പിന്നീട് കേസായി. പിന്നെ അത് അന്വേഷണമായി. മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു, അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ അറസ്റ്റൊക്കെ ആയപ്പോൾ കോൺഗ്രസ്സുകാർ അവരെ കൂടെ കൂടി സഖ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പക്ഷെ അതും ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസങ്ങളിലായിരുന്നു എന്നുള്ളിടത്തായിരുന്നു കോൺഗ്രസിന്റെ അന്നത്തെ പ്രതിഷേധം. അല്ല, ഓര് കൊടുത്ത പരാതിയല്ലേ, അപ്പോൾ ഒരാശ്വസിക്കല്ലേ വേണ്ടത്? ഞങ്ങൾ കൊടുത്ത പരാതിയാണെങ്കിൽ ഓക്കെ, ഓര് കൊടുത്ത പരാതിയല്ല. അതിന് പിന്നെ ഇത് എപ്പോഴാണ് തെളിവ് കിട്ടുക? ഇതിന് മുഹൂർത്തം നിശ്ചയിക്കാൻ പറ്റുമോ അന്വേഷണത്തിന്? ജോത്സ്യനെ പോയി കണ്ടിട്ട് മുഹൂർത്തം നിശ്ചയിച്ചിട്ട് തെളിവ് ശേഖരിക്കാൻ പറ്റുമോ? 2, അതല്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ കേരളത്തിൽ എന്താ നടക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാക്കന്മാരെ കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് മോഡിയും BJP എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനെതിരെ സമരം ചെയ്യുന്ന ജന്തർ മന്ദറിലും അവിടെ ഇവിടെയൊക്കെ പോയി സമരം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ഈ മുന്നണിയിലെ ആ മുന്നണിയെ പറ്റി പറഞ്ഞപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു. ഞങ്ങളല്ല അത് പറഞ്ഞത്, നിങ്ങളെ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞത് ദേശീയ മാധ്യമങ്ങളാണ്. ചോദ്യം വന്നു, എന്താണ് അങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു IA ഫോർ അലയൻസാ. നിങ്ങൾ 2 A വെക്കേണ്ടിയിരുന്നു, എന്നാൽ ഇന്ത്യ അലയൻസ് ആവുമായിരുന്നു. നിങ്ങൾ 1 A വെച്ചിട്ടുള്ളൂ. അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ അവസാനത്തെ അലയൻസിന് വേണ്ടിയാണ്. അപ്പോൾ പത്രക്കാരൻ അത് തിരിച്ചു ചോദിച്ചു കോൺഗ്രസ് നേതാവിനോട്. അപ്പോൾ അയാൾക്ക് മറുപടി ഇല്ല. ആയിക്കോട്ടെ, ഇത് ഞങ്ങളിട്ടതല്ല. ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. ഞാൻ പറഞ്ഞോളൂ. അല്ല, പറഞ്ഞോളൂ. നിങ്ങളെന്താ സതീശൻ അഴിമതി കാണിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പം എനിക്ക് സംശയമുണ്ട്. കാരണം നിങ്ങളെ ബേജാറ് കാണുമ്പോൾ എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്, നിങ്ങളെ ഫ്രസ്ട്രേഷനും ബേജാറും കാണുമ്പോൾ. അവിടെക്കട്ടെ. അപ്പോൾ ഇതല്ലേ ഇവർ ചെയ്യുന്നത്? ഇവർ ദേശീയ തലത്തിൽ ഡൽഹിയിൽ പോയിട്ട് BJP ഗവൺമെൻറ് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെ ജയിലിലിടാൻ കേന്ദ്ര ഏജൻസിയെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഇവർ അധികാരത്തിലുള്ള സംസ്ഥാന സർക്കാരുകൾ അതേ സംസ്ഥാനത്തെ ഇതേ മുന്നണിയിലെ മറ്റ് ആൾക്കെതിരെ അന്വേഷിക്ക് പിടിക്ക് അമിത്ഷാ പിടിക്ക് നാണം വേണം, രാഷ്ട്രീയ മര്യാദ വേണം. അരവിന്ദ് കേജ്രിവാളിനെതിരെ പരാതി കൊടുക്കാനും പരാതിയുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ സമരം ചെയ്യാനും ഒരേ പാർട്ടിക്കാർ പോകരുത്. ഞാൻ പറയുന്നില്ല, ഇതന്നെ അവിടെ സംഭവിക്കാൻ. ഭോപ്പാലിൽ വെച്ച് ഈ അജിത് പവാറിനെതിരെയും NCP നേതാക്കൾക്കെതിരെയും 70,000 കോടി ഉറുപ്പികയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് 5 ദിവസം കഴിഞ്ഞപ്പോൾ ആരാ ഉന്നയിച്ചത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദിവസം കഴിഞ്ഞപ്പോൾ അതേ അജിത് പവാറിനെ മുന്നണിയിലെടുത്ത് മന്ത്രിസഭയിലെടുത്ത നരേന്ദ്രമോദിക്കും സംഘത്തിനുമാണ് നാണവും മാനവും വേണ്ടത്.